ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഫുൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ എടുത്ത വീഡിയോസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ എണീറ്റിട്ടുണ്ട്. രാവിലെ എണീറ്റപ്പോൾ ഒരു വ്യൂ ആണ്. ഫുൾ കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കോടമഞ്ഞ് ഇറങ്ങും. അപ്പോൾ ക്യാമറയിൽ എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഓപ്പോസിറ്റ് നിൽക്കുന്ന മല ഫുൾ കോടമഞ്ഞിൽ മുങ്ങി നിൽക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച രാവിലെ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ എണീറ്റത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും നല്ലൊരു വ്യൂ കാണാൻ പറ്റിയത് കാരണം എണീക്കപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം എനിക്ക് റെഡിയാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പുട്ടും പഴവും അച്ചാറും എടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ പുട്ടും പഴവും കഴിക്കുമ്പോൾ എരിവുള്ള എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇനി റെഡി ആയിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റെഡി ആയിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഞാനും അമ്മയും കൂടിയിട്ട് സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വീഡിയോ കാണാം. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തി. അപ്പോൾ അമ്മ ഇങ്ങനെ ചേച്ചിയുടെ അടുത്ത് പറയണം, അവൾ പല്ലിലെ കമ്പി വരെ എടുത്തിട്ട് വന്നെന്ന്. എൻ്റെ മുത്തശ്ശി കമ്പി എടുത്ത് എനിക്ക് പെട്ടെന്ന്, എനിക്ക് ഒരു വർഷമൊന്നും ഇട്ടില്ല കേട്ടോ, പെട്ടെന്ന് എടുത്ത്. കാരണം എനിക്ക് പല്ലൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് എൻ്റെ ക്ലിപ്പ് എടുത്ത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ചേച്ചി ചപ്പാത്തിയും കടലക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ നേരെ അടുക്കളയിലൊക്കെ പോയി നോക്കി. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ വന്നാൽ ഫുൾ പണി ഏറ്റെടുക്കുന്ന അമ്മയാണ്. എല്ലാ അമ്മമാരും എങ്ങനെയായിരിക്കും. കല്യാണം കഴിഞ്ഞ ശേഷം ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അമ്മ ഒന്നും ചേച്ചി കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. ഫുൾ കുക്കിംഗ് ഉൾപ്പെടെ എല്ലാം അമ്മ ഫുൾ. അന്ന് ചേച്ചി കാപ്പി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഉച്ചത്തേക്ക് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കുകയുള്ളൂ. അതെല്ലാം അമ്മയാണ് ഉണ്ടാക്കുന്നത്. എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. അതങ്ങനെയാണ്, എല്ലാ അമ്മമാരും അങ്ങനെയാണ്. എന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി, കാരണം തിരിച്ചു ഇടേണ്ടതല്ലേ, പോപ്പറ്റയ്ക്ക് വൈകുന്നേരം ആവുന്നതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നു. ഞാൻ പലയിടത്തു നിന്ന് നോക്കിയപ്പോഴത്തേക്കും ബേക്കറി ഐറ്റംസൊക്കെ കുറവായിരുന്നു. ഒരു ഡേറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതെടുത്ത് കഴിച്ച്. ചേട്ടയില്ലായിരുന്നു, ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞായറാഴ്ച ചേട്ടന് ജോലിക്ക് പോകണമായിരുന്നു. പിന്നെ ചേച്ചിക്ക് ഞായറാഴ്ച ജോലിക്ക് പോകണ്ട. ഉച്ചയ്ക്ക് ശേഷം അച്ഛൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അച്ഛൻ വീട്ടിലാണ്. അച്ഛന് വീട്ടിൽ നിൽക്കേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം അച്ഛൻ വരാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ വീട്ടിൽ നമ്മൾ വന്നപ്പോഴത്തേക്ക് അടപ്പായസം ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം മറന്നു, പാലിൻ്റെ കാര്യം. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ പായസം വയ്ക്കാൻ പാൽ വാങ്ങിച്ചാന്ന് ചോദിച്ചു. അപ്പോഴാണ് അമ്മ ഓർത്തത്, മക്കളെ പാൽ വാങ്ങാൻ ഞാൻ മറന്നുപോയി. അവിടെ മുകളിൽ എന്തോ ഒരു കടയുണ്ട്, മക്കൾ പോയി വാങ്ങിയിട്ട് വാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആ സ്ഥലം അധികം പരിചയമില്ലാതെ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, അച്ഛൻ വരപ്പോഴത്തേക്കും വാങ്ങിക്കൊണ്ട് വരും. പിന്നെ അച്ഛനെ വിളിച്ച് പറഞ്ഞ് അച്ഛൻ നേരത്തെ വരാമെന്ന് പറഞ്ഞിരുന്നു. ബാക്കിയുള്ള എല്ലാ പായസത്തിന് ബാക്കിയെല്ലാം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് പാൽ ഒഴിച്ചാൽ മതി. പായസം ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ യൂസ് ചെയ്താൽ മതി. അങ്ങനെ അമ്മ തേങ്ങ വെട്ടുന്ന സമയത്ത് തന്നെ വിളിച്ചേട്ടാ, തേങ്ങ വെള്ളം വേണമെങ്കിൽ വരാൻ വേണ്ടിയിട്ട്. ഞാൻ തേങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വീട്ടിലാണെങ്കിൽ തന്നെ അമ്മ വെളുപ്പാങ്കാലം എണീക്കുന്ന ടൈമിൽ തേങ്ങ ഇങ്ങനെ പൊട്ടിക്കപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടിയിട്ടൊരു ഗ്ലാസ്സിൽ ഇങ്ങനെ മാറ്റി വെച്ചേക്കും. ഞാൻ രാവിലെ എണീറ്റെടുത്ത് കുടിക്കും. ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളടുത്ത് തേങ്ങ വെള്ളം നല്ല മധുരമാണ് കേട്ടോ, പക്ഷെ ഇവിടെ അത്ര മധുരം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഈത്തപ്പഴത്തിൻ്റെ കുരുവും വായിലാണ് വെള്ളം കുടിക്കുന്നത്. ഭാഗ്യത്തിന് ഇറങ്ങിപ്പോയില്ല. അത് കഴിഞ്ഞിട്ട് അമ്മ പുറത്തിരുന്ന് മീൻ ഇറക്കുന്നുണ്ടായിരുന്നു. മത്തി മീനാണ് കേട്ടോ വാങ്ങിയത്. എപ്പോഴോ ഫോൺ ചെയ്ത സമയത്ത് ഇങ്ങനെ ചേട്ടൻ പറഞ്ഞ് മത്തി മീൻ കഴിക്കാൻ എന്തോ അമ്മയടുത്ത് പറഞ്ഞ സമയത്ത് അമ്മ ഇങ്ങനെ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന സമയത്ത് കൊണ്ടുപോയി. പിന്നെ വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പായസം ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ ആഹാരമൊക്കെ കഴിച്ച്. ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. അതുകൊണ്ട് വീഡിയോ എനിക്ക് ലഞ്ച് കഴിക്കണം, ചോറ് കഴിക്കണം ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് എനിക്ക് ഓർമ്മ വന്ന സമയത്ത് ഞാൻ എടുത്തതിന് ശേഷം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ, വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചേട്ടൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന്. ചേട്ടൻ്റെ കമ്പനി അടുത്തായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വന്ന് പോകുന്ന ദൂരം ഉള്ളതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് വന്ന് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളവിടെ നിന്ന് ഇറങ്ങി. എന്നാലേ നേരത്തെ വീട്ടിലെത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.